നാഥ നിത്യശാന്തി അരുളുക നീ. ശാന്തി അരുളുക നാഥ നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. ശാന്തി അരുളുക നാഥ നിത്യശാന്തി അരുളുക നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സകല പരിശുദ്ധ വിശ്വാസികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രിയപ്പെട്ടവരും ഓർക്കേണ്ടവരും നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തവരുമായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ, ഇവരെല്ലാം നാം ഇന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടിയും നാം പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. നമ്മുടെ വലിയ വിശ്വാസമാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ മരണം പാപത്തിന്മേലുള്ള വിജയമായി ദൈവപിതാവ് സ്വീകരിച്ചു. മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി ദൈവപുത്രൻ മരിക്കണമെന്നും സഹിക്കണമെന്നും അവസാനം ഉദ്ധാനം ചെയ്യണമെന്നും ഉള്ള ആ തിരുവഴുത്തിലൂടെ നാം വിശ്വസിക്കുന്നു. കർത്താവ് മരണത്തെ അഭിമുഖീകരിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഓരോ ദിവസവും പാപത്തിന് മരിക്കണം. അവസാനമുള്ള ഒരു സത്യമല്ല മരണം. ഓരോ ദിവസവും പാപത്തിനെതിരായി, തിന്മകൾക്കെതിരായി, നമ്മുടെ ചെറുതും വലുതുമായ കുറ്റങ്ങൾക്കെതിരായി അതിനുവേണ്ടിയെല്ലാം മാറ്റിവെക്കുമ്പോൾ നാം മരിക്കുകയാണ്. ക്ഷമിക്കുമ്പോൾ, പൊറുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് വേണ്ടിയുള്ള ത്യാഗം, കുടുംബത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗം, ബുദ്ധിമുട്ടുകൾ, പീഡകൾ, സഹനങ്ങൾ, ഇതെല്ലാം നന്നായിട്ട് സ്വീകരിക്കുമ്പോൾ അത് ജീവനിലേക്കുള്ള നടന്നെടുപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ഓരോ ദിവസവും മരണത്തിൻ്റെ ചിന്തയിലൂടെ കടത്തിവിടണം. നമ്മൾ സാധാരണ പരിശുദ്ധ പുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് ഓർക്കും, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ പ്രഭാഷകൻ ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ കിളിവാതിക്കൽ മരണം കാത്തുനിൽപ്പുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഈ ഒരു നല്ല ചിന്ത വേണം. കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവന് ഒന്നും ഭയപ്പെടാനില്ല. അവന് മരണം എപ്പോഴും ആകട്ടെ, ഏത് സമയത്തും ആകട്ടെ, എങ്ങനെയും ആകട്ടെ, അത് നിത്യജീവനിലേക്കുള്ള, കർത്താവിലേക്കുള്ള കടന്നുചെല്ലലാണ്. അതേ മാർഗമുള്ളൂ. നിത്യജീവൻ, ഉയർത്തെഴുന്നേൽപ്പ്, നമ്മുടെ സത്യവിശ്വാസം.
എന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഞാൻ സ്വർഗ്ഗത്തിലുള്ള അപ്പമാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും. ആ നിത്യമായ ജീവൻ്റെ ഉടമകളാണ് നമ്മളെല്ലാവരും. നമുക്കതിനു വേണ്ടി ഇന്ന് നമുക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നാം ഓർക്കുന്ന മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരസ്യങ്ങൾ കൊണ്ടാടുന്ന യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ വിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മഹത്വവും നീതിമാന്മാരുടെ ജീവനുമായ ദൈവമേ, അങ്ങേ പുത്രൻ്റെ മരണവും ഉദ്ധാനവും വഴി ഞങ്ങൾ അങ്ങ് വീണ്ടെടുത്തുവല്ലോ. അങ്ങേ മരണമടഞ്ഞ ദാസരെ തിരക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനത്തിൻ്റെ രഹസ്യം ഏറ്റുപറഞ്ഞ അവർ നിത്യസൗഭാഗ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ അർഹരാകുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധനം ചെയ്തു, ദഹനബലിയായി സ്വീകരിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു.
കർത്താവാണ് കർത്താവാണ് എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജീവിതം സർവവുമെന്നാഥനായി സ്നേഹമോടൻ ദൈവമേ സ്വീകരിക്കണമേ. കാഴ്ചയേകാം ജീവിതം സർവവുമെന്നാഥനായി സ്നേഹമോടൻ ദൈവമേ സ്വീകരിക്കണമേ. ബലിയായേകിടാം തിരുവൾത്താരയിൽ, ബലിയായേകിടാം തിരുവൾത്താരയിൽ.
നൊമ്പരങ്ങൾ മാത്രമേ തളികയിൽ ആശയും പ്രതീക്ഷയും ഈ പൂക്കളിൽ നന്മയായതൊന്നുമില്ലെൻ ദൈവമേ നീ തൊട്ടു നന്മയാക്കി മാറ്റണേ നന്മയായതൊന്നുമില്ലെൻ ദൈവമേ നീ തൊട്ടു നന്മയാക്കി മാറ്റണേ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ മരണമടഞ്ഞ ദാസരുടെ പാപങ്ങൾ ഈ ബലി വഴി ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകിക്കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജ്ഞാനസ്നാന ജലത്താൽ ശുദ്ധീകൃതരായവരെ കരുണാർദ്രമായ പാപമോചനത്താൽ അനവരതം അങ്ങ് നിർമ്മലരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാകുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ ആറാടി അങ്ങയെ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങൾ എളിയ സ്വരവും ചേരുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവ്വം ആലപിക്കുന്നു. സർവശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ്
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാര പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കുവാനായി തിരുമനസ്സായ അങ്ങേ പ്രിയദാസരെ അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്നവരെ അങ്ങേ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധിതരായും ദൈവോപദേശത്താൽ പ്രകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സുരസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതുകൊണ്ട് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്ന് സുരക്ഷരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ ദീർഘം വാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ? ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ? മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ? ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ? മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. ആരോടും പറയാതെ നീ യാത്രയായി, ഒരുപാടോർമ്മകൾ തന്നു നീ യാത്രയായി. ആരോടും പറയാതെ നീ യാത്രയായി, ഒരുപാടോർമ്മകൾ തന്നു നീ യാത്രയായി. ഓർമ്മകളെല്ലാം നെഞ്ചിലൊതുക്കി ഈറൻമിഴികളുമായി നിൽക്കുന്നു ഞാൻ. ഓർമ്മകളെല്ലാം നെഞ്ചിലൊതുക്കി ഈറൻമിഴികളുമായി നിൽക്കുന്നു ഞാൻ. ഈശോയേ ആശ്വാസമേകണമേ, വേർപാടിൻ ദുഃഖത്തെ നീക്കിടണേ. ഈശോയേ ആശ്വാസമേകണമേ, വേർപാടിൻ ദുഃഖത്തെ നീക്കിടണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട് മഹത്വത്തോടെ ഉദ്ധാനം ചെയ്ത അങ്ങേ ഗജാതൻ്റെ ഉദാശ സ്വീകരിച്ചുകൊണ്ട് മരണമടഞ്ഞ അങ്ങേ ദാസർക്ക് വേണ്ടി താഴ്മയോടെ അങ്ങയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പെസഹാരഹസ്യങ്ങളാൽ ശുദ്ധീകൃതരായി വരാനിരിക്കുന്ന ഉദ്ധാരത്തിൻ്റെ ദാനം വഴി അവർ മഹത്വീകൃതരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്കിന്ന് ഈ ദിവ്യബലി ശേഷം ഉടനെ തന്നെ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് വൈകിട്ട് 5:30 ദിവ്യബലി, നാളെ മുതൽ 8-ാം തീയതി വരെ വൈകിട്ട് 6:30 ദിവ്യബലിയും തുടർന്ന് സെമിത്തേരിയിൽ അനത ചൊല്ലുന്നതുമാണ്. അനത എഴുതിയിടുന്നതിനായി അൾത്താരയ്ക്ക് മുന്നിലായി പെട്ടി വച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് എഴുതിയിടുക. ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വന്ന അഭിനന്ദ പിതാവിന്, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന പിതാവിന് എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിവസം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർഷം നമ്മുടെ ഇടവകയിൽ പെട്ടെന്ന് നിര്യാതരായവരുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് മരണം മൂലം. അവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആ മരണം മൂലം അവർക്ക് അവരുടെ വീടുകളിലുണ്ടായ, കുടുംബാംഗങ്ങൾക്കുണ്ടായ മുറിവുകൾ, വേദനകൾ എളുപ്പം കർത്താവ് ശാന്തി നൽകി പൊറുപ്പിക്കട്ടെ, സുഖപ്പെടുത്തട്ടെ എന്ന് അപേക്ഷിക്കുന്നു.
അവരുടെ വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒരുപാടാണ്. നമ്മുടെ രൂപതയിൽ പള്ളിപ്പുറത്താണ് ഏറ്റവും കൂടുതൽ മരണം നടന്നത്. ഞാൻ അവിടെ ഇന്നലെ പോയി കുർബാന അർപ്പിച്ചിരുന്നു. ഒരുപാട് വേദനകൾ, പ്രയാസങ്ങൾ ആ കുടുംബങ്ങൾക്കെല്ലാം ഈ മരണം മൂലം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുടുംബങ്ങളെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം ചേർത്ത് വയ്ക്കാം. സാധിക്കുന്ന വിധത്തിലെല്ലാം അവരെ ആശ്വസിപ്പിക്കാം. അതെല്ലാം നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയുടെ കടമയാണ്. മരണത്തെക്കുറിച്ച് ആരും ഭയപ്പെട്ട് ജീവിക്കരുത്. മരണം എപ്പോൾ വേണമെങ്കിലും വരാം, ഏത് വഴിക്കും വരാം. ഇപ്പോൾ പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ നമ്മുടെ അടുത്ത് മരണമുണ്ട്. പക്ഷെ നമുക്ക് ധൈര്യത്തോടെ നേരിടണം. അതിനുവേണ്ടിയുള്ള ജീവിതമാണ് നമുക്ക് ഓരോ ദിവസവും വേണ്ടത്. വിശുദ്ധീകരിക്കപ്പെട്ട് നന്മ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് ക്ഷമിച്ച് പൊറുത്ത് കർത്താവിൻ്റെ പക്കലേക്ക് ഞാൻ പോകുവാനുണ്ട് എന്നുള്ള വിധത്തിൽ നമ്മൾ ഓരോ ദിവസവും ജീവിച്ചാൽ ഭയം കൂടാതെ നമുക്ക് ഈ സത്യത്തെ നേരിടാൻ സാധിക്കും. സന്തോഷത്തോടെ ജീവിക്കുക, പ്രത്യാശയോടെ ജീവിക്കുക, പ്രതീക്ഷയോടെ നാം കഴിയുക. പ്രഭാതം ഓരോ ദിവസവും വരുന്നുണ്ട്. ഫ്രാൻസ് മാർപ്പാപ്പ നമ്മൾ ഓർപ്പിക്കുന്നു, കാനായിലെ ആഘോഷം വീണ്ടും വരും. ആ സന്തോഷം വീണ്ടും ഉണ്ടാവും. ആ പ്രത്യാശയോടെ നമ്മളെല്ലാവരും ജീവിക്കണം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മനുഷ്യനെ വാജ്യമായ നന്മയാൽ സൃഷ്ടിക്കുകയും തൻ്റെ ഏകജാതൻ്റെ ഉദാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുകയും ചെയ്ത എല്ലാ സമാശ്വാസങ്ങളുടെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവിക്കുന്നവരായ നമുക്ക് പാപങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും എല്ലാ പരേതർക്കും പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടം അവിടെ നിന്ന് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും അവിടത്തോടുകൂടെ ആഹ്ലാദപൂർവ്വം നിത്യമായി ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കരുണയേഴും മമനാഥായെന്നെ കനിയോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ ആയുകയാണീ മണ്ണിൽ. ആഴമതിൽ ഞാൻ കേഴുകയാണെൻ അഴലുകൾ നീക്കണമേ. എന്നുടെ രോദന നിനദം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ.